ഹായ് പറ. സമയം പപ്പിച്ച് പോണം. ചിരിച്ച് ഹലോ ഗായ്സ്. സങ്കടപ്പെട്ടോണ്ടാണോ വ്ളോഗ് ചെയ്യുന്നത്? ഹായ് പറ പറ. ചിരി ചിരി പറ. നമുക്ക് അവിടെ എത്തിയിട്ട് പറയാം അല്ലേ? ഞങ്ങൾ ഹൈലൈറ്റ് മാളിലേക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഹൈലൈറ്റ് മാളിൽ റോസൂട്ടി പോയാൽ അപ്പം തന്നെ റോസൂട്ടിക്ക് ഐസ്ക്രീം കഴിക്കണം. അപ്പം പെട്ടെന്ന് ചുമ വരും റോസൂട്ടിക്ക്. അതുകൊണ്ടാണ് ഐസ്ക്രീം കഴിക്കരുത് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഐസ്ക്രീം വാങ്ങുമല്ലോ എങ്ങനെയാണെങ്കിലും, കരഞ്ഞിട്ടാണെങ്കിലും കാല് പിടിച്ചിട്ടാണെങ്കിലും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഓട്ടോ പിടിച്ച് നേരെ ഹൈലൈറ്റ് മാളിൽ എത്തിയിട്ടുണ്ട്. ചേട്ടായി ഇല്ല, ചേട്ടായി വർക്കിന് പോയി. ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നല്ല രീതിയിൽ വിഷുവിൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വിഷു കഴിഞ്ഞു, പക്ഷേ ഡെക്കറേഷൻ അവിടെ തന്നെ ഉണ്ട്. അടിപൊളിയായിട്ട് നല്ല പീക്കോക്ക് ആണ് അവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ റോസൂട്ടിക്ക് അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തു. എന്താണ് ചാടാതെ പറയോ? പിന്നെ ഫസ്റ്റ് എന്താ ചെയ്യണ്ടേ? നല്ലതാണോ ഐസ്ക്രീം? സൂപ്പർ അല്ലേ? എന്തൊക്കെ പറഞ്ഞാലും ഹൈലൈറ്റ് മാളിലെ ഐസ്ക്രീമിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ എപ്പോൾ ചെന്നാലും വാങ്ങി കഴിക്കാറുണ്ട്. എത്ര പറഞ്ഞാലും കേൾക്കില്ല എന്ന് ചേട്ടായി എപ്പോഴും പറയും. എന്നാലും ഞങ്ങൾ കഴിക്കും, കാരണം സൂപ്പർ ടേസ്റ്റാണ്. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് മാക്സിലേക്കാണ്. മാക്സിൽ നിന്ന് റോസൂട്ടിക്ക് ഒരു ഉടുപ്പും എനിക്കൊരു ടോപ്പും ഒക്കെ സെലക്ട് ചെയ്തതിന് ശേഷം റോസൂട്ടി കുറച്ച് നേരം അവിടെ ഒരു ചെറിയൊരു ഗെയിം ഉണ്ടായിരുന്നു. അപ്പോൾ ഗെയിമൊക്കെ കളിച്ചിരുന്നു. അതിനുശേഷം ഞങ്ങൾ താഴെ എൻട്രൻസിൻ്റെ അവിടെ തന്നെ തിരിച്ചെത്തി. അവിടെ എത്തിയപ്പോൾ അവിടെ ഇങ്ങനെ കുട്ടികളുടെ കാറ് ടോയ്സ് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് 2 റൗണ്ട് റൈഡ് ചെയ്ത് തിരിച്ചു വരാം. റിമോട്ടിൽ ഓടുന്ന കാറാണ്. അപ്പം ഒരാൾ കൂടെ ഉണ്ടാവും. അപ്പം അതിന് 100 റുപ്പീസാണ്. റോസൂട്ടി എപ്പോൾ ചെന്നാലും അതിൽ കയറാറുമുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് എൻജോയ് ക്വാർട്ടേഴ്സ് ടൗണിലെത്തി. അവിടെ ഞങ്ങൾ ഓരോ ഫ്രഷ് ലൈമൊക്കെ കുടിച്ച് നേരെ വീട്ടിലേക്ക് പോയി.